നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തി. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ക്ഷണിക്കുന്നു. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യൂ. നമ്മുടെ ഈ ഡിസ്കഷൻസിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ ഇത് തീർച്ചയായും സഹായിക്കും. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒറിജിനലായിട്ടുള്ള ആ പ്യൂറായിട്ടുള്ള ഇന്നസെൻസിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടേതായിട്ടുള്ള ഇഗോട്ടിസ്റ്റിക് ആയിട്ടുള്ള സെൽഫിഷായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒറിജിനൽ പ്യൂരിറ്റി, ഒറിജിനൽ ഇന്നസെൻസ്, അതാണ് പെർഫെക്റ്റ് സ്റ്റേറ്റ്. അത് എല്ലായ്പ്പോഴും നിലനിർത്താൻ സാധിക്കുക. ഇതാണ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ട തലം. എഡ്യൂക്കേഷൻ ക്യാരക്ടറിലേക്ക് ഉയർത്തണം. ക്യാരക്ടർ ഇല്ലാത്ത എഡ്യൂക്കേഷൻ, ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാത്ത എഡ്യൂക്കേഷൻ വാല്യൂലെസ് ആണ് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു പ്രസിദ്ധമായിട്ടുള്ള പ്രോവർബുണ്ട്: If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. ധനം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്തോ കുറച്ച് നഷ്ടപ്പെടുന്നു. എന്നാൽ ക്യാരക്ടർ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള മൂല്യമാണ് ക്യാരക്ടർ. ഒരു സ്വർണത്തിന് മൂല്യം നൽകുന്ന അതിലുള്ള സ്വർണത്തിൻ്റെ കണ്ടൻറ്റാണ്. അതുപോലെ ഒരു മനുഷ്യന് മൂല്യം നൽകുന്നത് ആ മനുഷ്യൻ്റെ ഹൃദയമാണ്, ഹൃദയത്തിൻ്റെ സ്ഥിതിയാണ്. എത്രത്തോളം സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ്, എത്രത്തോളം ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നു, ഇതാണ് ഒരു മനുഷ്യൻ്റെ നമ്മളുടെ അളവ് പോലായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷൻ നമുക്ക് വിനയം തരണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹ്യൂമിലിറ്റി. വിദ്യാ ദദാതി വിനയം.
നമ്മൾ എത്ര പഠിച്ചാലും പഠിക്കാനുള്ളത് അതിരില്ലാതെ അവിടെ കിടക്കുകയാണ് എന്ന തിരിച്ചറിവ്. ഏതൊരു മഹാനായിട്ടുള്ള വ്യക്തിയായാലും കലാകാരനായാലും അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഞാൻ വെറും ഒരു ചെറിയൊരു കുട്ടി മാത്രമാണ് എന്നാണ് പറയുക. സംഗീതം വിശാലമായിട്ടൊരു സാഗരമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കണം എന്ന് മാത്രം. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അറിവിൻ്റെ ആ സ്രോതസ് ഇൻഫിനിറ്റാണ്. അതിങ്ങനെ നമ്മൾ ഉയരുന്തോറും റെവലേഷൻസ് തന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് തരുന്നത്? നമ്മൾ വിനയാന്വിതരാകുമ്പോൾ. എനിക്കറിയാം എന്ന് പറയുന്നതോടുകൂടി നമ്മളൊരു ബ്ലോക്ക് സൃഷ്ടിക്കുക. ലിസണർ കപ്പാസിറ്റി പോലും. നമ്മുടെ ജീവിതത്തിൽ എഡ്യൂക്കേഷനിൽ ഫസ്റ്റ് വേണ്ടത് ലിസണിങ് ആണ്. ശ്രവണം എന്ന് പറയും. ലിസണിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ എപ്പോഴും നോളജ് ലഭിക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി അറ്റൻറ്റീവായിട്ടിരിക്കണം. എപ്പോഴും നമ്മൾ അറ്റൻറ്റീവ് ആവണം. അപ്പോൾ അത് വിനയത്തിൽ മാത്രമേ വരുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വാല്യൂസിൻ്റെ ഒരു കോട്ടയുണ്ട് എന്ന് സഹജമാർഗത്തിൻ്റെ മാസ്റ്ററായിട്ട് ദാജി പറയുന്നു. ആ വാല്യൂസിൻ്റെ കോട്ടയിൽ ഏറ്റവും വൾണറബിളായിട്ടുള്ള കോട്ടവാതിൽ വിനയത്തിൻ്റെയാണ് എന്ന് പറയും. വിനയം പോയി കഴിഞ്ഞാൽ അതിലൂടെ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും കടന്നു വരുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ട് എഡ്യൂക്കേഷനിൽ ഉയരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഡിസ്ക്രിമിനേറ്ററി ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്യണം. വിവേകബോധം. എന്താണ് വിവേകം എന്ന് പറയുന്നത്? പല ലെവൽസ് ഓഫ് വിവേകമുണ്ട്. നമ്മൾ ചിന്തിച്ചാലറിയാം. ഒരു ലെവൽ ഓഫ് വിവേകം എനിക്കിഷ്ടമുള്ളത്, എനിക്കിഷ്ടമില്ലാത്തത്. കുട്ടിക്കാലത്ത് എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഒരു വിവേകമാണ്. എനിക്കതേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, എനിക്കത് മറ്റേത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം നല്ലതല്ല എന്നർത്ഥമില്ല. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് നല്ലത്. സ്കൂളിൽ പോണത് നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ നല്ലതാണ്. ശരീരത്തിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം, അത് നമുക്ക് ഇഷ്ടമാവില്ല, പക്ഷേ നല്ലതാണ്. ഭക്ഷണത്തിൽ ക്രമീകരണം കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അത് നമ്മൾ നല്ലതാണ്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളുടെ ലെവൽ നമ്മൾ ഉയരേണ്ട ആവശ്യമുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറയും. അതും വളരെ ഒരു വേവറിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. എപ്പോഴും സത്യം പറയാൻ പറ്റുമോ? എന്ത് സത്യമാണ് നമുക്ക് പറയാൻ പറ്റുക? എന്താണ് പേര് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ പേര് സുനിൽ എന്നാണ് എനിക്ക് പറയാൻ സാധിക്കും. അതെപ്പോൾ വന്നു? ജനിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളിൽ എനിക്കൊരു പേരിട്ടു. മരിക്കുന്നതോട് കൂടിയിട്ട് പേര് അവസാനിക്കുന്നു. പിന്നെന്താണ് പേരില്ല. എൻ്റെ ജോലി, ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എപ്പോഴാണ് ഞാൻ ഡോക്ടറായത്? 29-30 വയസ്സായപ്പോൾ. എൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും കാലം എനിക്ക് ഈ ജോലി ചെയ്യാം. അതോടുകൂടി എൻ്റെ ജോലി അവസാനിക്കുന്നു. നമ്മൾ റിട്ടയേർഡായി പറയും. റിട്ടയേർഡായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതെൻ്റെ ഐഡൻറ്റിറ്റി അല്ല. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ശരിയാണോ? ഒരു സ്റ്റേറ്റിൽ ശരിയാണ്, പക്ഷേ വേറൊരു സ്റ്റേറ്റിൽ അത് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ സൂര്യൻ കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. നിങ്ങൾ ഉയരുകയാണെങ്കിലോ മനസ്സിലാവും ശരിക്കും ഭൂമി സൂര്യനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. ഒരു കല്ല് സോളിഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ സോളിഡാണ്, പക്ഷേ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് എല്ലാം ഫീൽഡാണ്. ഫീൽഡ്, വൈബ്രേഷൻ, എനർജി, പിന്നെ മാറ്റർ, പല ലെവൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സത്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെയുള്ളത് ധർമ്മവും അധർമ്മവും. ധർമ്മത്തിൻ്റെ ഇതിൽ പിടിച്ചു നിന്നിട്ടുള്ള മഹാന്മാരുണ്ട്. ഭീഷ്മരൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം അദ്ദേഹത്തിനൊരു ബ്ലോക്കായി എന്ന് ദാജി ഈ അടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ശന്തനു മഹാരാജാവിന് ചെയ്ത പ്രതിജ്ഞ, ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ രാജ്യം ഭരിക്കില്ല എന്നുള്ള പ്രതിജ്ഞ അവസാനം അത് പ്രശ്നമായി. രാജ്യം ഭരിക്കുന്നത് പിന്നെ ധൃതരാഷ്ട്രമാണ്. പറഞ്ഞാൽ ഒരു തരത്തിൽ മനസ്സിലാക്കാത്ത ദുര്യോധനാണ്. ആ സമയത്ത് ആ ഒറിജിനലായിട്ട് ആ ധർമ്മം ബോധം അത് പിടിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ? കാലം മാറി, വ്യക്തികൾ മാറി. അപ്പോൾ അവിടെയും മാറ്റങ്ങൾ വരണം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, നിർണയമാണ് യഥാർത്ഥത്തിൽ ധർമ്മം. മൊമെൻറ്റ് ടു മൊമെൻറ്റ് നിങ്ങൾക്ക് നിർണയം മാറ്റാൻ സാധിക്കണം. ചേഞ്ചസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഹയർ ലെവലിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ ധർമ്മം എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദശരഥ മഹാരാജാവ് കൈകേയിക്ക് കൊടുത്തിട്ടുള്ള സത്യം, ഞാൻ വാക്ക് പാലിക്കും, അത് പിന്നെ ഒരിക്കൽ കൈകേയി ദശരഥനോട് ചോദിക്കുന്ന വരെന്താണ്?
ഭഗവാൻ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം, ഭരതനെ രാജാവാക്കണം. അതെങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുക? എപ്പോഴോ നൽകിയിട്ടുള്ള ഒരു സത്യം, അതിൽ പിടിച്ചു നിൽക്കുമ്പോൾ ധർമ്മം പ്രശ്നമാവുന്നു. ദ്രൗപദീനെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ കൗരവരിലെ ദുശാസനം വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ എല്ലാ പ്രഗത്ഭരും അവിടെ ഉണ്ട്, ഭീഷ്മരും ദ്രോണരും ഒക്കെ ഉണ്ട്. അവർ ധർമാധർമ്മ ചർച്ച ചെയ്യാണ്. അപ്പോൾ ഭഗവാൻ പിന്നീട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ധർമ്മം എന്തായിരുന്നു? സ്നേഹമായിരുന്നു. കുലവധുവിനെ രാജദർബാറിൽ വല്യച്ഛൻ്റെ മുമ്പിലിട്ട് വസ്ത്രാക്ഷേപം ചെയ്യണം. അനിയൻ, ഭർത്താവിൻ്റെ അനിയൻ, നിങ്ങൾക്ക് ഇങ്ങനെ എണീറ്റുനിന്ന് 2 പെട വെച്ച് കൊടുക്കാനില്ല, വലിയ കൊന്നു കളയുന്നില്ലേ? അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ധർമ്മവും അധർമ്മവും പ്രശ്നമാവുന്നു. അപ്പോൾ ഈ പല പല ലെവൽസും കടന്നു ചെന്നിട്ട് ഒടുക്കം നമ്മൾ എത്തിച്ചേരുന്നത് നിത്യവും അനിത്യവും തമ്മിലുള്ള വിവേചനം. ശരിക്കുള്ള വിവേകബോധം, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നിത്യം എന്താണ്, അനിത്യം എന്താണ് എന്നുള്ള തിരിച്ചറിവ്. ഈ ലോകത്തിലുള്ള എല്ലാ നേട്ടങ്ങളും ശാരീരികമായാലും ബുദ്ധിപരമായാലും പദവികളായാലും സമ്പത്തായാലും എല്ലാം അനിത്യങ്ങളാണ്. ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. നിത്യം എന്താണ്? നിത്യം എന്ന് പറഞ്ഞാൽ ഹാർമോണിയും സ്നേഹവും ബാലൻസ്ഡ് അവസ്ഥ എപ്പോഴും നിലനിൽക്കുന്ന അബ്സല്യൂട്ടുമാണ്. അപ്പോൾ നിത്യത്തിലേക്ക് ഞാൻ ഉയരാൻ വേണ്ടി അനിത്യമായിട്ടുള്ള കാര്യങ്ങളെ വിടാൻ എനിക്ക് കഴിവുണ്ടാവണം. അതാണ് ഡിസ്ക്രിമിനേറ്ററി ഫാക്കൽറ്റി പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണമാണ്. വീട്ടിൽ നമ്മൾക്ക് റൂമുകൾക്ക് തമ്മിൽ വേണ്ടിയിട്ട് വാശി പിടിക്കാനാണ് കുട്ടികൾ. അപ്പോൾ അച്ഛൻ പറയും, എടാ നിങ്ങളൊക്കെ ബ്രദേഴ്സല്ലേ, നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൂടെ? കാരണം എന്താണ്? അദ്ദേഹത്തിന് നിത്യമായിട്ടത് ഹാർമണിയും സ്നേഹവുമാണ്, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് അതാണ് ഇമ്പോർട്ടൻ്റ് അറിയാം. അപ്പോൾ ആ നിത്യമായിട്ടുള്ള ഭദ്രത മാറ്റി നിർത്തിയിട്ട് അനിത്യമായിട്ടുള്ള സെൽഫിഷായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നതുകൊണ്ട് ഇപ്പോൾ ഫാമിലീസൊക്കെ ഛിന്ന ഭിന്നമായി മാറുന്നു. നിത്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിഷൻ അതിൽ പിടിച്ചു നിൽക്കാതെ ഓരോരുത്തർ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വിഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കമ്പനി തകർന്നു പോകും. കമ്പനിയിൽ പൈസ ഉണ്ടാവുന്നുണ്ടാവും, പക്ഷേ ജീവനില്ലാണ്ടാവും. ആത്മാവില്ലാത്ത കമ്പനികൾ ഒരുപാടുണ്ട്. ആത്മാവില്ലാത്ത രാജ്യങ്ങൾ, വാല്യൂ ഇല്ലാത്ത രാജ്യങ്ങൾ. രാജ്യം വളരുന്നുണ്ടാവും, പക്ഷേ എന്തിനും ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു, അതോറിറ്റി ഉപയോഗിക്കേണ്ടി വരുന്നു, ശക്തി ഉപയോഗിക്കേണ്ടി വരുന്നു, ഒരുപാട് നിയമങ്ങളുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു. അപ്പോൾ കൂടുതൽ പുറമേ സപ്പോർട്ട് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ വാല്യൂ ഇല്ലാത്തതാണ്. അതാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്, വാല്യൂവിൽ നമ്മൾ ഉയരുന്തോറും ബാഹ്യമായിട്ട് സപ്പോർട്ട്സ് കുറഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ എഡ്യൂക്കേഷൻ അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഘട്ടം കടന്നു. അതാണ് വിവേകബോധം. ലാലാജി മഹാരാജ് പറഞ്ഞുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിവേകബോധത്താലാണ് ജഡ്ജ് ചെയ്യേണ്ടത്, അതിൽ എത്ര ഡിസ്ക്രിമിനേറ്ററി ഫാക്കൽറ്റി, അതാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിവേകബോധത്തെ പറ്റിയിട്ട് കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യൂ. അടുത്ത സെഷൻ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.